ഇതൊരു ഓണക്കാലം. 2025 ഏത് മാസം? സെപ്റ്റംബർ മാസത്തിലെ ഓണക്കാലാണത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് അവരുടെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പോകുന്ന സമയം. അപ്പോൾ പിള്ളേർ ഷോ ഓഫ് കാണിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ അവരെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് മിടുക്കനും മിടുക്കിയും ആക്കിയതിന് ശേഷം എടുത്ത് ഫോട്ടോഗ്രാഫ് മിടുക്കന്മാരും മിടുക്കിയുമാക്കിയതിന് ശേഷം എടുത്ത് ഫോട്ടോസ് വീഡിയോ. അപ്പോൾ ഇതിനകത്ത് അത്രയും ഭംഗിയുണ്ടോ എങ്ങനെയാണ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഓർത്ത് ചെയ്തതല്ല. വലുതാകുമ്പോൾ അവർക്കൊന്ന് കാണാനും ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഞങ്ങൾക്കൊന്ന് കണ്ട് ആസ്വദിക്കാനും വേണ്ടി മാത്രം ചെയ്ത വീഡിയോസാണ്. നീ പറ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എനിക്ക് അവരുടെ ഹെയർ സ്റ്റൈലാണ്. ശംഖുവിൻ്റെ ഇത് കണ്ടിട്ട് പറയാൻ പറ്റില്ല. ശംഖുവിൻ്റെ ഹെയർ സ്റ്റൈലും ദേവൻ്റെ ഹെയർ സ്റ്റൈലും മേക്കേഴ്സ് അവൻ്റെ അച്ഛനായ ദീപക്കാണെന്നുള്ള സത്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. ദേവകിയുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് മഹിമ മോഹൻകുമാർ ദീപക്കാണെന്നുള്ള സത്യാവസ്ഥയും ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. സത്യം. സാധാരണ രീതിയിൽ ദേവകിയെ സുന്ദരിയായ ദേവകിയെ അണിയിച്ചൊരുക്കുമ്പോൾ അവൾ അതിസുന്ദരിയാവാറുണ്ട്. ഇന്ന് വളരെ ബണ്ണൊക്കെ കെട്ടിയോണ്ടാണെന്ന് തോന്നുന്നു, അല്ലേ? പ്രോഗ്രാം ഉണ്ട്, പാട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, സുന്ദരിയാണ് അവൾ, നിന്നെ പോലെ. അങ്ങനെ ഞങ്ങൾ അവരെ പിള്ളേരെ താഴത്തേക്ക് ഇറക്കി. എൻ്റെ ശംഖുവിൻ്റെ ഒരു സുന്ദരിക്കുട്ടി വണ്ടിക്കകത്ത് കണ്ടു ഞാൻ. ശംഖു. പിന്നെ വേറൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിൻ്റെ പുറകെയുള്ള ഞങ്ങളുടെ മേക്ക് ഓവർ വീഡിയോസും പുറകെ വരുന്നുണ്ട്, അല്ലേ? എവിടെ? പിന്നെ ശംഖു പോസ് കാണിച്ച് ഏതൊക്കെയോ വടിക്കുക നോക്കിയിരിക്കണേ. ദേവകി കന്നഡ പോലും വേണ്ടാന്ന് ദേവകി പറഞ്ഞേ. കാരണം കന്നഡ വയ്ക്കുമ്പോൾ അവൾക്ക് തന്നെ ഒരു തോന്നൽ കുറഞ്ഞു പോയോ. 2 പ്രാവശ്യം ചോദിച്ചു കന്നഡ മാറ്റട്ടെ, വേണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, വച്ചോ, കുഴപ്പമില്ല, പൂക്കളൊക്കെ കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ കൂടെ എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ മേക്കപ്പ് വീഡിയോയിലേക്ക് എടുക്കുകയാണ്. ഇതാണ് മേക്കപ്പ് വീഡിയോ. മേക്ക് ഓവർ വീഡിയോ. അങ്ങനെ ദേവകിനെ ബണ്ണൊക്കെ കെട്ടി സുന്ദരി കുട്ടിപ്പിയാക്കിക്കൊണ്ടിരിക്കുന്നു. ദേവനും ശംഖുവും മതികളുടെ ശംഖു ആദ്യം ഒരു കുറ്റി പുട്ട് അടിച്ചിട്ട് തിരിക്കലാണ്. ദേവൻ 2 പഴമൊക്കെ കഴിച്ചൊക്കെ നടക്കണു. അപ്പോൾ അവൻ്റെ കഷത്തിലെ പണം വരുന്നത് പ്രമാണിച്ച് അവനോട് ഡയോഡ്രൻ്റ് ഇടാൻ പറയുന്നു. ശേഷം അവനെ മുണ്ടുടിപ്പിക്കുന്നു. ശംഖുവിൻ്റെ മുണ്ടുടുക്കൽ ഓൾറെഡി കഴിഞ്ഞു. ആ സമയത്ത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കാരണം അന്നേരം ആ ബുദ്ധി തോന്നിയില്ല. പിന്നെയാണ് ഈ ബുദ്ധി ഉദിച്ചത്. ഈ ബുദ്ധിയൊക്കെ ഉദിക്കുന്നത് എന്തിനാണെന്നറിയാമോ മഹിമ? നമ്മൾ പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ, അപ്പൂപ്പന മമ്മയായി കഴിഞ്ഞ് കഴിയുമ്പോൾ, ദൈവം സഹായിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ ആയുസോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ദൈവാനുഗ്രഹം ഒന്ന് വേണം, അല്ലേ? എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശംഖു ആയിരുന്നു രാവിലത്തെ വീഡിയോഗ്രാഫർ. അങ്ങനെയല്ല, ഫൈനൽ ലുക്ക് ഇതാണ്. ബൈ ബൈ.